മൊട്ടിട്ടിട്ടും പൂക്കാതെ പോകുന്ന ചില ചെടികളും കൂട്ടത്തിലുണ്ടല്ലോ. അത് ഈ പൂന്തോട്ടത്തിലില്ല. കാര്യം ഇതിനെ പരിപാലിക്കുന്നത് ഈ വീട്ടിലെ ഗ്രഹനാഥനായ ജയരാമനാ. ഒരിക്കൽ പൊട്ടിപ്പോയതൊന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല, അല്ലേ? നഷ്ടപ്പെടുത്തിയോന്ന് ചോദിച്ചാ നഷ്ടപ്പെടുത്താനാകില്ലെന്ന് മനസ്സ്. സ്വന്തമാണെന്ന് ചോദിച്ചാ സ്വന്തവുമല്ല. ഇത് വല്ലാത്തൊരു വേദനയാ. അനുഭവിക്കുന്നവർക്ക് മാത്രം തിരിച്ചറിയാവുന്നൊരു വേദന. ജയരാമൻ സാറും ചന്ദ്രമൻ നിൽക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയതാന്ന് പറയാൻ നിൽക്കണ്ട. താൻ വാ തുറക്കാതിരുന്നാ മതി. വാ തുറന്നാലല്ലേ സംസാരിക്കാൻ പറ്റൂ. താൻ വന്നേ. ഇതെന്തു പറ്റിയ ചന്ദ്രമേ? ചായക്കപ്പ് താഴെ വീണതാ. താഴെ വീണോ? എങ്ങനെ? അല്ല, രണ്ടാളും കൂടി ഇത് അങ്ങോട്ട് പോയതാ. പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറിയോ? എന്നിട്ട് എവിടെ? അല്ല, അത് പച്ചക്കറിക്ക്. പച്ചക്കറി വാങ്ങണമെന്ന് ചിന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോ അക്കാഡമിന്ന് ഇറങ്ങിയപ്പോ വൈകി. പിന്നെ ഇയാൾക്ക് ചന്ദ്രാമയെ സഹായിക്കണം, പെട്ടെന്ന് പോണമെന്നൊക്കെ ബഹളം വെച്ചു. ചന്ദ്രാമയ്ക്ക് കൈവയ്യാത്തല്ലേന്ന് ഞാനും വിചാരിച്ചു. അതാ കാര്യം, അല്ലേടോ? അതെ അതെ. എടാ മഹി, നീ ആപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങിയോ? ഓൺലൈനാണെന്ന് പറഞ്ഞു. ഓ, അതല്ല, എനിക്കിപ്പോഴും സംശയ ഇയാൾക്ക് LLB ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇയാള് പഠിച്ചില്ലേ, അതുകൊണ്ട് എനിക്കും പഠിച്ചു ജയിക്കാൻ പറ്റുന്ന ഉറപ്പാ. അതെ, ഈ സപ്ലിക്കൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട്. ഓഹോ, ഈ സപ്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയോ? തോറ്റ പരീക്ഷയ്ക്ക സപ്ലി എന്ന് പറയുന്നത്. എനിക്കതൊക്കെ അറിയാം. തന്നെ പോലെ സപ്ലി എഴുതി എഴുതി തഴക്കവും പഴക്കവും ഇല്ലെന്നേ ഉള്ളൂ. ഒരു സപ്ലിക്കൂട്ടൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അല്ലേലും ചിലരിങ്ങനെ സത്യം പറഞ്ഞ ദേഷ്യം വരും. പോ സപ്ലിക്കൂട്ട. സപ്ലിക്കൂട്ടനോ? അഡ്മിഷന് മുഴുവൻ കാര്യം നീ വേണം നോക്കാൻ. നോക്കാച്ചാ. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം. ശരി അച്ഛാ, വിളിച്ചോളാം. ഞാനേ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. കുടി കുടി. ചെടികളെ പരിപാലിക്കുകയായിരിക്കുമല്ലേ? ഒരു പൂന്തോട്ടം പോലെ ആയിട്ടുണ്ടിത്. നട്ട് നനച്ച് വേലി കെട്ടി സൂക്ഷിച്ചതിന് ഫലം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്ക് തിരിച്ച് പൂക്കൾ വിരിയിച്ച് ഒരു ചെരി സമ്മാനിക്കാനേ ഈ പാവങ്ങൾക്കറിയൂ. ചതിക്കാൻ അറിയില്ല. ആവർത്തനങ്ങളാണ് ഓരോ പൂക്കാലവും. വിടരുന്നു, വാടുന്നു, വീഴുന്നു. ഇതിനിടയിൽ ചില പതിരും പിടിച്ചു വരും. ഒരു ഗുണവുമില്ലാത്ത പാഴ്ചെടികൾ. ആ പതിരുകളെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തരുത്.
പറിച്ചെറിയണം. ആ, ഞാൻ ഉദ്ദേശിച്ചതേ ചിന്നുവിന്റെ കാര്യോ. അവളൊരു പാഴ്ചെടിയാ. അവളെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന തീരുമാനം പാഴ്ചെടികൾക്ക് വളവും വെള്ളവും കൊടുക്കുന്നത് പോലെ മണ്ടത്തരവാ. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇത് തീരുമാനിച്ചതേ ജയരാമനാ. ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അല്ലാതെ നീയല്ല. ആരാർക്ക് താലി കെട്ടി എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. വേലക്കാരിയെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാ. താലി കെട്ടിയവന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവളാണ് ഭാര്യ. അത് ഭർത്താവിന് തെറ്റുപറ്റുമ്പോഴല്ലേ. ഈ കാര്യത്തില് എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. എന്നാൽ വേലക്കാരി പെണ്ണിനെ പഠിപ്പിക്കുന്നതില് എനിക്ക് ഒരു താല്പര്യമില്ല. ഭാര്യയുടെ താല്പര്യം കാക്കേണ്ട ആളാണ് ഭർത്താവ്. ഇനി അതിനും ന്യായമുണ്ടോ? ഉണ്ട്. രമാദേവിയുടെ ഭർത്താവായ ഞാൻ പലവട്ടം ഭാര്യയായ രമാദേവിയോട് നരേന്ദ്രനുമായിട്ടുള്ള ബിസിനസ് പാർട്ണർഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ വെല്ലുവിളിച്ച് ആ നെറികെട്ടവനോടൊപ്പം ബിസിനസ് ഡീലിന് ഇറങ്ങിയോളാ നീ. അവൻ ചതിയന. ആദ്യം നീ ചെന്ന് അവനുമായിട്ടുള്ള എല്ലാ ബിസിനസ് ഡീലും അവസാനിപ്പിച്ചിട്ട് വാ. എന്നിട്ട് ഈ കാര്യം ആലോചിക്കാം. അവളെ പഠിപ്പിക്കണമെന്നത് ജയേട്ടന്റെ ആഗ്രഹമാണോ അതോ പ്രിയപ്പെട്ട മറ്റാരുടെയെങ്കിലും ആഗ്രഹമാണോ? മൊട്ടിട്ടിട്ടും പൂക്കാതെ പോകുന്ന ചില ചെടികളും കൂട്ടത്തിലുണ്ടല്ലോ. അത് ഈ പൂന്തോട്ടത്തിലില്ല. കാര്യം ഇതിനെ പരിപാലിക്കുന്നത് ഈ വീട്ടിലെ ഗ്രഹനാഥനായ ജയരാമനാ. മൊട്ടിട്ട അത് പൂ വിരിയിച്ചിരിക്കും. രമേ, ഇത് എന്റെ തീരുമാനമാണ്, മാറ്റമില്ലാത്ത തീരുമാനം. ഈ മെയിൽ അയക്കുന്ന കാര്യങ്ങളൊക്കെ ഓഫീസിലുള്ള സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിച്ചാ പോരെ? അത് മതി. പക്ഷേ നമ്മൾ നേരിട്ട് അയക്കുന്ന മെയിലിന് വിത്തിൻ അവേഴ്സ് മറുപടി വരും. നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ ഓഫീസ് സ്റ്റാഫാണ് അയക്കുന്നതെങ്കിൽ ചിലപ്പോ മറുപടിക്ക് 3-4 ദിവസം എടുത്തെന്ന് വരും. ബിസിനസ് എന്നാലേ സമയം എന്നർത്ഥം. സമയത്തെ സമ്പത്താക്കുന്നതിനെയാ ബിസിനസ് എന്ന് പറയുന്നത്. കറക്റ്റ്. പങ്ക്ച്വാലിറ്റിയും ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റാ. കൃത്യസമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതുപോലെ തന്നെ ഡ്രസ് കോഡും സംസാര രീതിയും കോൺഫിഡൻസും പിന്നെ ഉപയോഗിക്കുന്ന കാറും എല്ലാം പ്രധാനമാ. കൊള്ളാം. എന്റെ ഭാര്യയിലെ ഒരു MBA-കാരി വർക്ക് ചെയ്യുന്നുണ്ട്. അർജുൻ സർ, എനിക്കൊരാഗ്രഹം. ഇപ്പൊ കയ്യിലിരിക്കുന്ന കാറ് ഒന്ന് മാറ്റിയെ കൊള്ളാന്നുണ്ട്. പൈലറ്റും ബിസിനസ് മാഗ്നറ്റും ആയ അർജുന്റെ ഭാര്യയുടെ സ്റ്റാറ്റസിന് പറ്റിയ കാറല്ല അത്. ഞാനൊരു കാറ് കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ലക്ഷറിയാ. ഓൺ റോഡ് ഒരു 1,36,00,000 രൂപ വരും. ലക്ഷ്മി, ഈ വണ്ടിയുടെ കാര്യമൊക്കെ നോക്കുന്ന അമ്മയാ.